ദേശീയപാത 66 നിർമ്മാണത്തിലെ ഗുരുതരമായ അശാസ്ത്രീയതയും വീഴ്ചകളും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വി ഡി സതീശന് കത്തയച്ച് പി പ്രസാദ് എം.എൽ.എ. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിന് സമീപം റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ട പശ്ചാത്തലത്തിലാണ് എം.എൽ.എയുടെ അടിയന്തര ഇടപെടൽ. ദേശീയപാത 66ന്റെ ഭാഗമായി ചേർത്തലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ അശാസ്ത്രീയമാണെന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം. നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്ത ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിന് സമീപമുള്ള റോഡിലാണ് കഴിഞ്ഞ ദിവസം പെട്ടെന്നൊരു വലിയ ഗർത്തം രൂപപ്പെട്ടത്. ആ സമയം റോഡിലൂടെ പോയ യാത്രക്കാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ടും കൃത്യമായ ഉന്നതതല പരിശോധന നടത്താതെ രാത്രിയോടുകൂടി മണ്ണും ടാറുമിട്ട് ഇത് മൂടിത്തീർക്കാനാണ് ദേശീയപാത അതോറിറ്റി ശ്രമിച്ചത്. ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ എം.എൽ.എ. കത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. മുൻപ് നടന്ന യോഗത്തിൽ താൻ തന്നെ ഈ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചതായും എം.എൽ.എ. പി പ്രസാദ് വ്യക്തമാക്കുന്നു. ദേശീയപാത 66ന്റെ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ തന്നെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും കാര്യക്ഷമതയില്ലായ്മയും മൂലം നിരവധിയായ അപാകതകളാണ് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളത്. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിന് സമീപമുള്ള ദേശീയപാതയിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത മേഖലയിൽ രൂപം കൊണ്ടിരിക്കുന്ന ഗർത്തം അശാസ്ത്രീയതയുടെ മറ്റൊരു ഉദാഹരണമാണ്. നിരവധി തവണ ചൂണ്ടിക്കാട്ടിയിട്ടും പരിഹരിക്കാത്ത അപാകതകളിൽ ഒന്നിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ നിലവിൽ ഉപയോഗിക്കാത്ത ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പൈപ്പിന് മുകളിലൂടെ റോഡ് നിർമ്മിച്ചതാണ് നിലവിലുണ്ടായ ഗർത്തത്തിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ നിലവിൽ ഉപയോഗിക്കാത്ത റീഎൻഫോഴ്സ്ഡ് പൈപ്പുകൾക്ക് മുകളിലൂടെയാണ് യാതൊരു മുൻകരുതലുമില്ലാതെ റോഡ് നിർമ്മിച്ചത്. ഇതാണിപ്പോൾ റോഡിടിയാൻ പ്രധാന കാരണം. ഇതിലും ഭയാനകമായ കാര്യം, ഇപ്പോൾ ഗർത്തം രൂപപ്പെട്ട ഭാഗത്തിന് വടക്കോട്ട് ദേശീയപാതയുടെ അടിപ്പാത സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതും സമാനമായ രീതിയിൽ വാട്ടർ അതോറിറ്റി പൈപ്പുകൾക്ക് മുകളിലാണെന്നുള്ളതാണ്. ഇത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ദേശീയപാത നിർമ്മാണത്തിലെ ഗുരുതരമായ അശാസ്ത്രീയതകൾ പരിഹരിക്കാൻ ഉന്നതതലത്തിലുള്ള അടിയന്തര പരിശോധന അനിവാര്യമാണെന്ന് എം.എൽ.എ. മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ട് ദേശീയപാത അതോറിറ്റിക്ക് ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും കർശന നിർദ്ദേശം നൽകണമെന്നും ഉന്നതതല സംഘത്തിന്റെ പരിശോധന ഉറപ്പാക്കണമെന്നും കത്തിലൂടെ എം.എൽ.എ. ആവശ്യപ്പെട്ടിട്ടുണ്ട്.